നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ വിഷയത്തിൽ യുഎനിൽ ശബ്ദം മുഴക്കി ഇന്ത്യ. യുഎൻ സുരക്ഷാ സമിതിയുടെ ഓപ്പൺ ഡിബേറ്റിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഗാസ മുനമ്പിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു. യുഎനിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെപ്രസെന്റേറ്റീവ് ആർ രവീന്ദ്രയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഇരുകൂട്ടർക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെയും ഇന്ത്യ പ്രശംസിക്കുകയുണ്ടായി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിലപാട് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം. ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു. പാലസ്തീന്റെ വികസനത്തിനായി ഇന്ത്യ സഹായങ്ങൾ കൈമാറുന്നുണ്ട്. $120 മില്യൺ സഹായം പലപ്പോഴായി നൽകിയെന്നും ഇന്ത്യ വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ തുടക്കം മുതൽ തന്നെ അപലപിച്ചതാണ്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിനെയും ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം, സംഘർഷമല്ല സമാധാനമാണ് ആവശ്യമെന്നുമുള്ള നിലപാട് ഇന്ത്യ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും ഗാസ മുനമ്പിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാനുഷിക സഹായവും ദുരിതാശ്വാസ സഹായവും അർഹരായവരിലേക്ക് എത്തപ്പെടണമെന്നും രവീന്ദ്ര വ്യക്തമാക്കി. അതിന് തടസ്സങ്ങളുണ്ടാകരുത്. ബന്ദികളാക്കപ്പെട്ട ഓരോരുത്തരെയും നിരുപാധികം വിട്ടയക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീർഘകാലമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇതാണെന്നും വിവിധ ഘട്ടങ്ങളിലായി $120 മില്യൺ സഹായം ഇന്ത്യ പാലസ്തീന് കൈമാറിയെന്നും 2018 മുതൽ UNRWAക്ക് ഇന്ത്യ $5 മില്യൺ വാർഷിക സംഭാവനയായി നൽകുന്നുണ്ടെന്നും ഈ വർഷത്തെ ആദ്യ ഗഡു സഹായം ഏതാനും ദിവസങ്ങൾക്ക് കൈമാറിയതായും ആർ രവീന്ദ്ര അറിയിച്ചു. അതേസമയം യുദ്ധവാർത്തകൾ നോക്കാം. ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കി ലെബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളുമായി ഹിസ്ബുള്ള സജീവമായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലെബനാനിൽ ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിനടുത്തെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു സൂചന. 9 മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനാനിലെ 2 ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ഉമ്മൂത്തൂദ് ഗ്രാമത്തിൽ 5 പേരും മറ്റൊരിടത്ത് 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനിസെഫ് അപലപിച്ചു. ദക്ഷിണ ലെബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് മേൽ ഇസ്രായേൽ ബോംബ് പതിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.